ഹായ്. ഇത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു സ്റ്റോക്ക് അനലിസ്റ്റ് ഏജന്റ് ബോട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് കൺസൾട്ടേഷൻ ഏജന്റ് ബോട്ട് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് ആക്ച്വലി ഇത് വർക്ക് ആവും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ദിസ് ബേസിക്കലി മൈ ടെലിഗ്രാം ബോട്ട്. ഞാൻ ഇവിടെ ആക്ച്വലി can you do a research on Tesla stock? Okay. Now if you can see my agent is actually running Anthropic actually data എടുക്കുകയാണ്. Then it will come back to me with the details. സോ നോക്കിക്കഴിഞ്ഞാൽ ടെസ്ലയുടെ സ്റ്റോക്ക് റിസർച്ച് കമ്പനിയുടെ ഓവർവ്യൂ എന്താണ്, ബിസിനസ് സെഗ്മെന്റ് ഏതിലാണ് ആക്ച്വലി നിൽക്കുന്നത്, അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, 2023 Q1 നെറ്റ് ഇൻകം എങ്ങനെയായിരുന്നു, റീസെന്റ് ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്, സ്ട്രെങ്ത് എന്താണ്, ചലഞ്ച് എന്താണ്, മാർക്കറ്റ് പൊസിഷൻ എന്താണ്, ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് എങ്ങനെയാണ്, സ്റ്റോക്ക് പെർഫോമൻസ് എങ്ങനെയാണ്, എവറിഥിങ് ഇറ്റ് വിൽ ആക്ച്വലി ഗിവ് യു ദ തിങ്. സോ വി ആർ പ്ലാനിങ് ടു ബിൽഡ് ആൻ ഏജന്റ്. ഇറ്റ് വിൽ ആക്ച്വലി ഡു what you call സ്റ്റോക്ക് ഡേറ്റ. ഇപ്പൊ ആൻട്രോപ്പിക്കോ ഓപ്പൺ ചെയ്യോ ഏത് LLM എടുത്തു കഴിഞ്ഞാലും റിയൽ ടൈം പ്രൈസ് ആക്ച്വലി എടുക്കാൻ കുറച്ച് പാടായിരിക്കും. സോ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഒരു ഗെറ്റ് പ്രൈസ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഏജന്റ്. ആ ഏജന്റ് ആയിരിക്കും റിയൽ ടൈം പ്രൈസ് കൊണ്ടുവരുന്നത്. എക്സാമ്പിൾ ഇഫ് ഐ വാണ്ട് ടു നോ ദ ലേറ്റസ്റ്റ് പ്രൈസ് ഓഫ് ടെസ്ല സ്റ്റോക്ക്, റൈറ്റ്? Just go over here. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആക്ച്വലി ഇറ്റ് വിൽ ആക്ച്വലി റൺ ആൻഡ് ദ ഗെറ്റ് പ്രൈസ് എന്ന് പറയുന്ന ഏജന്റ് റൺ ആവുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് പ്രൈസ് ഓഫ് ടെസ്ല സ്റ്റോക്ക് ചോദിക്കുമ്പോൾ ഇത് ഇപ്പോൾ മാർക്കറ്റ് ടൈം അല്ല എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സൺഡേ ആണ്. ദാറ്റ് ഈസ് എ റീസൺ, ഓർ ഐ ബിലീവ് ആക്ച്വലി എന്റെ API ലിമിറ്റ് ഹിറ്റ് ചെയ്തുകൊണ്ടാണ്. ബട്ട് ദി പ്രോസസ് റിമൈൻ ആക്ച്വലി സെയിം. സോ ഇന്ന് ആക്ച്വലി ഈ ഒരു വർക്ക് ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഹൗ ടു കണക്ട് ടെലിഗ്രാം, വാട്സ്ആപ്പ് ഓർ എനി അതർ ചാറ്റ് പ്ലാറ്റ്ഫോം ടു ട്രിഗർ കോൺവെർസേഷൻ. ഒരു AI ഏജന്റിന്റെ ഒരു ഫസ്റ്റ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ടെലിഗ്രാം ആവാം, വാട്സ്ആപ്പ് ആവാം, അതർവൈസ് എനി ചാറ്റ് പ്ലാറ്റ്ഫോം യു ക്യാൻ ആക്ച്വലി യൂസ്. സോ രണ്ടാമത് ഹൗ ടു ഇന്റഗ്രേറ്റ് ആൻഡ് ലാർജ് ലാംഗ്വേജ് മോഡൽ വിത്ത് യുവർ ഏജന്റ്. സോ അതാണ് സെക്കൻഡ് നോക്കുന്നത്. തേർഡ് നോക്കുന്നത് ഹൗ ടു ലിങ്ക് മൾട്ടിപ്പിൾ ഏജന്റ് ടുഗദർ സോ ദാറ്റ് വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ജനറേറ്റ് എ ഫൈനൽ ഔട്ട്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആക്ച്വലി ബേസിക് ആയിട്ടുള്ള സ്റ്റോക്കിന്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ ഔട്ട്പുട്ട് എല്ലാം വരുന്നത് ആക്ച്വലി ആൻട്രോപ്പിക് നിന്നാണ്. ആൻട്രോപ്പിക് ആവാം, ഓപ്പൺ AI ആവാം, എനിത്തിങ് യു ക്യാൻ ആക്ച്വലി ജെമിനാൻ ആവാം, വാട്ട് എവർ യു ക്യാൻ ആക്ച്വലി ചൂസ്. പിന്നെ വരുന്നത് ഗെറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. സോ എപ്പോഴും ഈ ലേറ്റസ്റ്റ് പ്രൈസ്, സ്റ്റോക്കിന്റെ ലേറ്റസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് LLM ഉണ്ടാവാറില്ല. സോ അതിനാണ് നമ്മൾ ആക്ച്വലി ഒരു എക്സ്റ്റേണൽ ഏജന്റിനെ വിളിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൗ ടു യൂസ് ലൈവ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസ് API ടു ഫെച്ച് റിയൽ ടൈം പ്രൈസ്. ഇപ്പോൾ എനി APIs യു ക്യാൻ ആക്ച്വലി യൂസ് ഇറ്റ്. സോ എങ്ങനെയാണ് ആക്ച്വലി നമുക്ക് ഒരു ഏജന്റ് അകത്ത് ഒരു ലൈവ് പ്രൈസിന് API നമുക്ക് കോൾ ചെയ്ത് എടുക്കാൻ പറ്റുന്നുള്ളത് നോക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ നോക്കുന്നത് ഹൗ ടു സെൻഡ് ദിസ് ഇൻഫർമേഷൻ ബാക്ക് ടു ടെലിഗ്രാം ഓർ എനി അതർ ചാറ്റ് പ്ലാറ്റ്ഫോം നിങ്ങളുടെ പ്രിഫറൻസിൽ നമുക്ക് തിരിച്ചയക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. സോ ഇതിന്റെ ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് ബേസിക്കലി ടെലിഗ്രാമിൽ ആക്ച്വലി മെസ്സേജ് വരുന്നുണ്ട്. ദെൻ AI ഏജന്റ് വിൽ പ്രോസസ് ഇറ്റ്. അതിന് യൂസ് ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നത് ആൻട്രോപ്പിക് ആണ്. ദെൻ വിൻഡോ ബഫർ മെമ്മറി, ബേസിക് ആയിട്ടുള്ള ലാസ്റ്റ് 5 കോൺവെർസേഷൻ ഇവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ഗെറ്റ് പ്രൈസ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഏജന്റിനെ കോൾ ചെയ്തിട്ട് പ്രൈസ് ഡീറ്റെയിൽ എടുക്കുന്നു. ദെൻ വി ആർ ആക്ച്വലി സെൻഡിങ് ബാക്ക് ടു your client, like it can be Telegram, WhatsApp or whatever it is. So this is the basic workflow. Now let's go to N8. നിങ്ങൾക്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ you can actually download this file. ഈ ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ you can come over here and import from file കൊടുത്തിട്ട് ഈ ഫയൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം വർക്ക് ഫ്ലോ തന്നെ നിങ്ങളുടെ വർക്ക് സ്പേസിന്റെ അകത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. Okay, now first we will come to Telegram trigger. Telegram trigger first what you need to do is actually you need to connect your Telegram. So Telegram connect ചെയ്യുന്നത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. You can actually go over here, API ടോക്കൺ കൊടുക്കുക. API ടോക്കൺ കിട്ടാനുള്ള വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ API കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഫസ്റ്റ് ഗോ ടു ദിസ് ബോട്ട് ഫാദർ. ബോട്ട് ഫാദറിൽ പോയിട്ട് ന്യൂ ബോട്ട് എന്ന് പറയുന്ന കമന്റ് കൊടുക്കുക. ന്യൂ ബോട്ട് കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ആസ്ക് വാട്ട് ദ നെയിം, ദെൻ അതിന്റെ നെയിം കൊടുക്കുക, അതിന്റെ ഡീറ്റെയിൽ കൊടുക്കുക, അതിന്റെ യൂസർ നെയിം കൊടുക്കുക. സോ ഇത് കഴിഞ്ഞാൽ യു വിൽ ആക്ച്വലി ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. യൂസ് ദിസ് ടോക്കൺ ടു ആക്സസ് ദി HTTP API. ഈ API ടോക്കൺ ആണ് ആക്ച്വലി ഇവിടെ എൻട്രി ചെയ്യേണ്ടത്. ഇത് ഓൺസ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി കണക്റ്റഡ്. ഇപ്പൊ നിങ്ങൾക്ക് ബേസിക്കലി N8 എന്റെ ബേസിക് അറിഞ്ഞുകൂടെങ്കിൽ ഐ വിൽ ഹൈലി റെക്കമെൻഡ് ടു വാച്ച് മൈ N8 on ബേസിക് വീഡിയോ. ഞാൻ ആക്ച്വലി അത് ഇവിടെ ഞാൻ ടാഗ് ചെയ്യാം. യു ക്യാൻ ഗോ ആൻഡ് ചെക്ക്. ആ വീഡിയോ ആദ്യം കണ്ടു കഴിഞ്ഞാൽ യു വിൽ ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് ദി ബേസിക്സ് ഓഫ് N8. ദെൻ ഈ വീഡിയോ കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഈ ഏജന്റ് ഞാൻ വിളിക്കുന്നത് ആക്ച്വലി ക്യാൻ ഗോ ഓവർ ഹിയർ. യു ക്യാൻ സേ ലൈക്ക് AI ഏജന്റ്. യു ക്യാൻ ആക്ച്വലി ആഡ് this agent here. Once actually agent ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏജന്റ് ബേസിക്കലി എന്താ പറയുക, പ്രോംപ്റ്റ് എന്ന് പറയുന്ന യൂസർ മെസ്സേജ് ആണ്, ടെക്സ്റ്റ് JSON ടെക്സ്റ്റ് ആണ്. JSON ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ടെലിഗ്രാമിൽ നിന്ന് വരുന്ന മെസ്സേജ് ആണ് ഇറ്റ്സ് ഫസ്റ്റ് മെസ്സേജ്. സോ അതാണ് ഇവിടെ JSON മെസ്സേജ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നൗ we want to connect this with an chat model, right? Chat model നിങ്ങൾക്ക് OpenAI കണക്ട് ചെയ്യാം, Anthropic കണക്ട് ചെയ്യാം, or Gemini കണക്ട് ചെയ്യാം. whatever is your interest you can actually connect. ഞാനിവിടെ Anthropic ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് ബിക്കോസ് Anthropic ആക്ച്വലി ഈ ചാറ്റ്, സ്റ്റോക്കും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് കുറച്ചും കൂടെ എന്താ പറയാൻ പോളിഷ്ഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഐ ആക്ച്വലി കണക്റ്റഡ്. Anthropic കണക്ട് ചെയ്യാനും ഇറ്റ് ഈസ് വെരി പ്രെറ്റി സ്ട്രേറ്റ് ഫോർവേഡ്. യു ജസ്റ്റ് ഗോ ഓവർ ഹിയർ, Anthropicയുടെ വെബ്സൈറ്റിലോട്ട് പോവുക. യു ക്യാൻ സ്റ്റാർട്ട് ബിൽഡിംഗ് ആൻഡ് ഓവർ ഹിയർ യു ക്യാൻ ആക്ച്വലി ഗെറ്റ് യുവർ API key. ഇത് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് Claude 3.5 ആണ്. Then you can close this window. Nothing much you can do over here. Then window buffer memory എന്ന് പറയുന്നതും you can actually access from here. Window buffer memory.
വിൻഡോ ബഫർ മെമ്മറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ്, ജസ്റ്റ് ആക്ച്വലി ഇറ്റ് വിൽ ടേക്ക് ദിസ് കീ എന്ന് പറയുന്നത് ടെലിഗ്രാമിൽ നിന്ന് വരുന്ന ട്രിഗർ തന്നെയാണ് ഇവിടുത്തെയും കീ. ദെൻ 5 എന്ന് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് 5 കോൺവെർസേഷൻ ഇറ്റ് വിൽ ബി റിമെമ്പറിങ് ഇറ്റ്. ഓക്കെ, ഇതൊരു ടെമ്പററി നമ്മളൊരു സ്റ്റോറേജ് ആണ്. സോ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് ഇറ്റ് വിൽ ആക്ച്വലി കവർ സേലേക്കിനോ ഒരാൾ ചോദിക്കുകയാണ് ഓക്കെ ടെസ്ലയുടെ സ്റ്റോക്കിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ടെസ്ലയുടെ സെന്റിമെന്റ് എന്താണ്, എവറിഥിങ് ക്യാൻ ബി ആൻസേർഡ് ഫ്രം ദിസ് ആൻട്രോപിക് ചാറ്റ് മോഡൽ വഴി തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. റൈറ്റ്. സോ നമുക്കിവിടെ ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ പ്രൈസിങ്ങിന് വേണ്ടി വി ആർ ആക്ച്വലി കണക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ ഏജന്റ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഐ കോൾ ഇറ്റ് ആസ് നെയിം ഗെറ്റ് പ്രൈസ്. ഇവിടെ ഡേറ്റാബേസിൽ നിന്ന് ഫ്രം ലിസ്റ്റിൽ നിന്ന് ഐ ചൂസ് ഗെറ്റ് സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്ന ഒരു ഏജന്റിനെയാണ് ഞാൻ കോൾ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് എ സെക്കൻഡ് ഏജന്റ്. യു ക്യാൻ ആക്ച്വലി ഗോ ഓവർ ഹിയർ. സോ ഇതൊരു സെക്കൻഡ് ഏജന്റ് ആണ്. ഈ ഏജന്റ് ട്രിഗർ ആകുന്നത് വർക്ക് ഫ്ലോ ഇൻപുട്ട് ട്രിഗർ എന്നാണ്. വർക്ക് ഫ്ലോ ഇൻപുട്ട് ട്രിഗർ എന്ന് പറയുന്നത് ബേസിക്കലി വേറൊരു ഏജന്റിൽ നിന്ന് ട്രിഗർ ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഐ ക്യാൻ ആക്ച്വലി ബിൽഡ് 20 അതർ ഏജന്റ്. പക്ഷേ എനിക്ക് സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് ഐ ക്യാൻ കോൾ ഇറ്റ് ഫ്രം ഹിയർ. റൈറ്റ്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ നോക്കേണ്ടത്, ഞാൻ ഇവിടെ ഒരു ഡേറ്റ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് വെരി വെരി യൂസ്ഫുൾ ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇതൊരു സാമ്പിൾ ഡേറ്റ ടെസ്ല എന്നാണ് ഞാൻ പിൻ ചെയ്തിരിക്കുന്നത്. യു ക്യാൻ ആക്ച്വലി എഡിറ്റ്, യു ക്യാൻ ചേഞ്ച് ദിസ് ടു എനിത്തിങ് ആസ് യു വിഷ്. റൈറ്റ്. പിൻ ചെയ്തുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സി ഐ ഡോണ്ട് നീഡ് ടു ഗോ ബാക്ക് ടു ദിസ് ടെലിഗ്രാം എവറി ടൈം ആൻഡ് ഇനിഷ്യേറ്റ് എ കോൺവെർസേഷൻ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോയി ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് കൊടുത്താൽ മാത്രമേ ഇത് ട്രിഗർ ആകത്തുള്ളൂ. അപ്പൊ ഈ പിൻ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു സാമ്പിൾ ഡേറ്റ ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ പിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നൗ യു കം ടു സെറ്റ് ടിക്കർ. അതായത് വൺസ് ആക്ച്വലി ഈ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ടെസ്ല എന്ന് പറയുന്ന ക്വയറി ഇതൊരു ഞാൻ അവിടെ ഒരു പിൻ ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ഒരു എന്താ പറയുക സാമ്പിൾ ഡേറ്റയാണ്. സോ ദാറ്റ് വിൽ ബി ടേക്കൺ ഹിയർ. മോഡലിൽ ഒരാൾ ചോദിക്കുകയാണ് മൈക്രോസോഫ്റ്റിന്റെ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിവിടെ ടിക്കറിന്റെ അത് അറിയാലോ സ്റ്റോക്ക് ടിക്കേഴ്സ് ഉണ്ട്. സ്റ്റോക്ക് ടിക്കറിന്റെ ഇതിലോട്ട് ഇത് ചേഞ്ച് ആവും. എക്സാമ്പിൾ ഇപ്പൊ സൊമാറ്റോ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ HDFC ബാങ്ക്, ഈച്ച് ബാങ്ക് ഹാവ് എ സ്റ്റോക്ക് ടിക്കേഴ്സ്. നിങ്ങൾ ആക്ച്വലി ഗൂഗിളിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ആ ടിക്കറാണ് ആക്ച്വലി ഇവിടെ നമ്മൾ മൂവ് ചെയ്യുന്നത്. ദെൻ this is very important part like HTTP request. So HTTP request എന്ന് പറയുന്നത് I'm just going to take HTTP request. Okay, we are adding a new request. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ you can see here get എന്ന് പറയുന്നതാണ്. get എന്ന് പറഞ്ഞാൽ we need to get the information from that API. So ഇവിടെ ഇതിന്റെ action എന്ന് പറഞ്ഞാൽ basically it want to get the stock price, right? So we can actually get like stock price എന്ന് പറയുന്ന ആക്ഷൻ ആണ് ഇത് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽഫ വാൻറ്റേജ് എന്ന് പറയുന്ന API ആണ്. ഇറ്റ് ഇസ് ആക്ച്വലി ഫ്രീ ബട്ട് സം ടൈം ആക്ച്വലി ഇന്ന് എനിക്ക് തോന്നുന്നു ഐ ഓൾറെഡി ഹിറ്റ് ദ ലിമിറ്റ് ലൈക്ക് 25 റിക്വസ്റ്റ് പെർ ഡേ ആണ് ആക്ച്വലി അവരുടെ ലിമിറ്റ്. ഐ ഹിറ്റ് ഇറ്റ്. സോ നിങ്ങൾ ബേസിക്കലി പോകാനുള്ളത് ആൽഫ വാൻറ്റേജിൽ പോവുക. യു വിൽ ഗെറ്റ് ആക്ച്വലി എ ഫ്രീ API കീ. ഓക്കെ, ഇവിടെ പോയിട്ട് ആക്ച്വലി യു ക്യാൻ ആക്ച്വലി ഗിവ് യുവർ ബേസിക് ഇൻഫർമേഷൻ ആൻഡ് ദേ വിൽ പ്രൊവൈഡ് ദാറ്റ് കീ. സോ ആ കീ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. സോ ഇത് അവരുടെ ആക്ച്വലി API ഡോക്യുമെന്റേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി വി ആർ കോപ്പിയിങ് ദാറ്റ് വൺ ആൻഡ് ഈ ഒരു സിമ്പിൾ എന്ന് പറയുന്ന സ്ഥലത്ത് വി ആർ ബേസിക്കലി ഡ്രാഗിങ് എക്സാമ്പിൾ സ്കീമ പോയി കഴിഞ്ഞാൽ വി ആർ ആക്ച്വലി ഡ്രാഗിങ് ദിസ് സിമ്പിൾ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് അപ്പൊ ഇത് ഡൈനാമിക് ആയിരിക്കും. എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ ഒരു നിങ്ങൾ മൈക്രോസോഫ്റ്റ് ആണ് നാളെ ടെലിഗ്രാമിൽ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ മൈക്രോസോഫ്റ്റ് ടിക്കർ ആയിരിക്കും വരുന്നത്. അതല്ല നിങ്ങൾ ഇപ്പം NVIDIA ചോദിക്കുകയാണെങ്കിൽ NVIDIA ആയിരിക്കും വരുന്നത്. ഇറ്റ് വിൽ ആക്ച്വലി ഡൈനാമിക്കലി ചേഞ്ച്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡൈനാമിക് എലിമെന്റ് എൻട്രി ചെയ്യുന്നത്. ഓക്കെ, now you can go and test. Most probably it will be hitting the limit. ഇവിടെ ഞാൻ 25 റിക്വസ്റ്റ് ലിമിറ്റ് ചെയ്തു, പക്ഷേ നോഡ് സക്സസ്ഫുള്ളി എക്സിക്യൂട്ടഡ് ആണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് ആക്ച്വലി വർക്കിംഗ് വെൽ. ബട്ട് എന്റെ റേറ്റ് ലിമിറ്റ് ഹിറ്റ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി എനിക്കിത് നോക്കാൻ പറ്റുന്നത്. നൗ യു ക്യാൻ ക്ലോസ് ദിസ്. സോ നമുക്ക് ഇവിടെ ആക്ച്വലി വർക്ക് ഫ്ലോ ട്രിഗർ വന്നു കഴിഞ്ഞു, ടിക്കർ സെറ്റ് ആയി കഴിഞ്ഞു, ദെൻ സ്റ്റോക്ക് പ്രൈസ് കിട്ടി കഴിഞ്ഞു, then response out here. Sorry, this is wrong. So ഇത് റെസ്പോൺസ് വന്നു. റെസ്പോൺസ് എന്താ ചെയ്യുന്നത്? റെസ്പോൺസ് നമ്മൾ എടുക്കുന്നത് the latest price of this particular thing എന്ന് പറഞ്ഞിട്ട്, അതായത് latest price of ടെസ്ല സ്റ്റോക്ക്. അത് സ്റ്റോക്ക് ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്, പ്രൈസ് എത്രയാണെന്നുള്ളത് ഇവിടെ കിട്ടുന്നുണ്ട്, അത് നമ്മളിവിടെ എൻട്രി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ആക്ച്വലി ഇത് റെഡ് ആയിരിക്കുന്നത് ബേസിക്കലി നമ്മളെ ഇൻഫർമേഷൻ ഇവിടെ പാസ് ആകാത്തതുകൊണ്ടാണ്. ദ ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് ബിക്കോസ് നമ്മൾ API ലിമിറ്റ് ഹിറ്റ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇത് സേവ് ചെയ്യുക. യു ഗോ ബാക്ക് ടു യുവർ ഫ്ലോ. ഓക്കെ, ഇനി നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം, അതായത് നമ്മളെ ചാറ്റ് മോഡൽ കണക്ട് ആയി, വിൻഡോ ബഫർ മെമ്മറി അപ്ഡേറ്റ് ആയി, ഗെറ്റ് പ്രൈസ് എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഏജന്റ് സെറ്റ് ആയി, യു given the what you call URL, sorry, API access point കൊടുത്തു കഴിഞ്ഞു, everything is actually set. Right now what we need to do over here is you need to go back to your stock consultant agent ലോട്ട് പോവുക. then very important part എന്ന് പറഞ്ഞാൽ ഈ ഏജന്റിന് സിസ്റ്റം മെസ്സേജ് കൊടുക്കുക. അതായത് എന്താണ് ആക്ച്വലി ഈ ഏജന്റ് ചെയ്യേണ്ടത്. റൈറ്റ്. സോ വി ഓൾറെഡി ക്രിയേറ്റഡ് എ GPT for this. ഇതിന്റെ ലിങ്ക് ആക്ച്വലി ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ഇതൊരു N8 ഏജന്റ് സിസ്റ്റം മെസ്സേജ് ജനറേറ്റർ ആണ്. സോ ബേസിക്കലി നമ്മൾ ബാക്കി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വി നീഡ് ടു ഡു, അതായത്
ഏജന്റ് എന്താണ് ചെയ്യുന്നതെന്നുള്ളതിന്റെ ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടതാണ് ബേസിക്കലി ദ ഫൈനൽ സ്റ്റെപ്പ്, റൈറ്റ്? സോ ദിസ് ഇസ് ബേസിക്കലി ദ ഇൻസ്ട്രക്ഷൻ. സോ ഇത് കൊടുക്കാനുള്ള ഈസി വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു നീഡ് ടു ഇത് സെറ്റ് ചെയ്തതിനു ശേഷം യു ക്യാൻ ആക്ച്വലി ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ് തിങ്, റൈറ്റ്? ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് യു ക്യാൻ ആക്ച്വലി അപ്ലോഡ് ദാറ്റ് സ്ക്രീൻഷോട്ട് ഓവർ ഹിയർ. ഈ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്തതിനു ശേഷം you need to enter the create system message. This is a general stock research tool with ability to fetch real time or data last trade dead stock price using get price tool. When user requested a stock price, the system will utilize get price. Get price എന്ന് പറയുന്നത് you can see here our tool in the പേരാണ്. You need to, if you are giving a different name, please give a different name here to retrieve the latest available data. For all other general inquiry, response with handle with Anthropic chat model, stock price will only be displayed if they explicitly request by the user. അതായത് യൂസർ സ്റ്റോക്ക് പ്രൈസ് ചോദിച്ചാൽ മാത്രമേ ആക്ച്വലി സ്റ്റോക്ക് പ്രൈസിന് വേണ്ടിയുള്ള ആ ഒരു ഏജന്റ് റൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബേസിക് ആൻഡ്രോപിക് ചാറ്റ് മോഡലിൽ നിന്ന് ആക്ച്വലി യു ക്യാൻ ടേക്ക് ഓൾ ദ ഇൻഫർമേഷൻ. സോ നൗ ഐ ഹിറ്റ് എൻ്റർ. Now you can see here this is a system message. ഇത് ഞാൻ കോപ്പി ചെയ്യുക. I need to go back and enter over here. ഈ സിസ്റ്റം മെസ്സേജ് ഇവിടെ എൻ്റർ ചെയ്യുക. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ യു ആർ എൻ AI stock research agent integrated with Telegram. You help with use general stock market queries and other information. Get price tool is only executed when user explicitly asks for a stock price. ഇവിടെ കോൺടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, ടൂൾസ് എന്തൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നുള്ളതുണ്ട്, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ടു ആഡ് സംതിങ്, യു വാണ്ട് ലിറ്റിൽ മോർ ഫണ്ണി തിങ്, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ യു വാണ്ട് ടു എന്താ പറയുക എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു അഡ്വൈസ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ എവറി ഇൻഫർമേഷൻ യു ക്യാൻ ആക്ച്വലി അപ്ഡേറ്റ് ഓവർ ഹിയർ. നിങ്ങൾ എങ്ങനെയാണ് ഒരു നാച്ചുറൽ ലാംഗ്വേജിൽ എങ്ങനെയാണ് ഇവിടെ കൊടുക്കുന്നത് അതിനനുസരിച്ച് ഏജന്റ് വിൽ ബിഹേവ്. ദാറ്റ് ഇസ് എ ബ്യൂട്ടി ബിഹൈൻഡ് ദിസ് LLM. ഇത് കൊടുത്തതിന് ശേഷം യുവർ ഏജന്റ് ഇസ് ആക്ച്വലി ഓൾമോസ്റ്റ് സെറ്റ്. യു ഗോ സേവ് ദിസ് വൺ. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് യു നീഡ് ടു എനേബിൾ ദിസ് ടെസ്റ്റ് വർക്ക് ഫ്ലോ. ലെറ്റ്സ് സ്റ്റാർട്ട് ഹിയർ. Hi. Now you can see here my agent is actually working, right? So hi there, it's great to hear from you as an AI powered stock assistant. Here I'm helping information about the specific company. Okay, now let's see. I'm asking what is the latest stock price. Now I just want to see whether this agent is getting operated or not. I can see here price നമ്മൾ പറയുമ്പോൾ it's automatically running this one, right? Maybe ചിലപ്പോൾ API limit കാരണം എനിക്ക് ചിലപ്പോൾ പ്രൈസ് വന്നൊന്നുണ്ടാവത്തില്ല. Let's see. Okay. See, apologies, there's a price because if feed actually operates here, I already hit my daily limit. That's the reason. Otherwise, it should have give you the price here, right? So it is working now. Node is executed. So this is how basically you need to set up an agent. How it can actually communicate with other agent. Second, in a fine tune ചെയ്യാൻ വേണ്ടി, for example, if you want to get into Indian market, ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടിയാണ് നിങ്ങൾ സ്റ്റോക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ you can actually access യാഹൂ ഡെവലപ്പറിൽ പോയി കഴിഞ്ഞാൽ യാഹൂവിന്റെ ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടിയുള്ള API യൂസ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ഞാൻ ആക്ച്വലി മിസ് ചെയ്തത് ഈ സെൻഡ് അനാലിസിസിനെ പറ്റി പറയാനാണ്. സെൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് തിരിച്ച് നമ്മുടെ ക്ലയന്റിലോട്ട്, അതായത് ടെലിഗ്രാമിലോട്ട് തിരിച്ച് മെസ്സേജ് വരുന്ന മോഡ്യൂളാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. യു നീഡ് ടു കണക്ട് യുവർ അക്കൗണ്ട്. സോഴ്സ് മെസ്സേജ് ആണ്. You can actually change to message, callbacks, files, or whatever it is. Operation send message ആണ് because it need to send back the message. Then chat ID എന്ന് പറയുന്നത് dynamically it is taking from the schema, and then actually the text എന്ന് പറയുന്നത് എൻ്റെ out ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ you can see here this is what the output I need back, right? So ഇത് drag ചെയ്യുക. You need example to make you clear. You can remove this one, JSON out. Right, you need to take this and drag it over here, message back. So if you want to test, you can actually test and see it's working or not. Now you can see here node executed. You got overall, right? Hope you enjoyed. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് AI ഏജന്റ്, നോ കോഡ് ടൂൾസ്, അല്ലെങ്കിൽ ഹൗ ടു LLM മോഡൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ബേസിക്കലി ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നോ കോഡ് ടൂൾസിനെ പറ്റിയാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. താങ്ക് യു.